ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട് മന്ത്ലി ജാനുവരി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചർ വീഡിയോസ് റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. അപ്പോൾ പ്ലീസ് ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. നിങ്ങൾക്ക് അതല്ലാണ്ട് ഒരു പേഴ്സണലായി റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് റീഡിംഗ് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബേസിസിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. കോൺടാക്ട് ചെയ്യാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് നിങ്ങളുടെ ജനറൽ മെസ്സേജസ് എന്താണെന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിയോ, നിങ്ങളുടെ ജാനുവരി മാസത്തിൻ്റെ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി, ജാനുവരി മാസത്തിൻ്റെ ഓവറോൾ എനർജി മൂൺ. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ ചാരിയറ്റ്. നിങ്ങളുടെ കറണ്ട് എനർജി 3 of Wands. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജിയിലാണ് നൈറ്റ് ഓഫ് കപ്സ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ടെമ്പറൻസ് ആണ്. ചാലഞ്ച് നിങ്ങളുടെ അഡ്വൈസ്. ഏസ് സോഡ്സ് ആണ് അഡ്വൈസ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ ലവേഴ്സ് ആണ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിലാണ് നോക്കാൻ പോണത്. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ കാണാം. അപ്പോൾ ലിയോ, ഞാൻ കാണുന്നത് ഇവിടെ മൂന്നാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ ഓവറോൾ എനർജിയിൽ ക്യാൻസർ, പൈസീസ് എനർജി കാണാണ്ട്. പക്ഷെ ഇത് ഇമോഷൻസിൻ്റെ എനർജിയാണ്. ഇത് ഫിയർ, ആങ്സൈറ്റിയുടെ എനർജിയാണ്. ഡീപ്പ് ഫിയർ ഇല്ല വെച്ചാൽ ഡീപ്പ് ആങ്സൈറ്റി. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് അങ്ങനത്തെ ആങ്സൈറ്റി അറ്റാക്സ് ഉണ്ടാവും. ഓർ അങ്ങനത്തെ അറ്റാക്സ് മുമ്പേ ഉണ്ടായിരുന്നു വെച്ചാൽ ഈ മാസം നിങ്ങൾക്ക് സൂക്ഷിക്കണം. ഹെൽപ്പ് വേണമെച്ചാൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. ഇത് ഡിപ്രഷൻ്റെ എനർജിയും ആവാം. അതല്ല വെച്ചാൽ ഇതൊരു ഹിഡൻ കാര്യങ്ങൾ പുറത്തു വരണ എനർജി ആവാം. സീക്രറ്റ്സിൻ്റെ എനർജി ആയിരിക്കാം. ഇതൊരു ഫെമിനിൻ എനർജിയും കൂടിയാണ് മൂൺ. ഓക്കെ, അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ റിവീൽ ആവും. എനിക്ക് അങ്ങനെയാണ് ഫീലിംഗ് വരണത്. കുറേ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസിൻ്റെ കാരണം കുറേ ആങ്സൈറ്റി ഉണ്ടാവാൻ വഴിയുണ്ട്. ചില ഇൻസിഡൻസിൻ്റെ കാരണം നിങ്ങളുടെ ഇമോഷൻസ് കുറേ അൺസ്റ്റേബിൾ ആയിരിക്കും. ആൻഡ് അതുകൊണ്ട് നിങ്ങളൊരു റെസ്ട്രിക്റ്റഡ്, റെക്ലൂസീവ് എനർജിയിലാണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ ഉള്ളിലത്തെ ആ ഇൻസെക്യൂരിറ്റി ഈ മാസം കുറേ ട്രിഗർ ആവുന്നുണ്ട്. ആൻഡ് ഈ ഇൻസെക്യൂരിറ്റിയുടെ കാരണം ഫിനാൻസസും ആവാം. ഈ മാസം നിങ്ങൾക്കൊരു ഫീലിംഗ് ഓഫ് ലാക്ക് ആണ്. പറഞ്ഞ ഒരു ഫീലിംഗ്, അത് എനിക്ക് അത്ര ഇല്ല, ഞാൻ ഇടണ എഫേർട്ട് എനിക്ക് തിരിച്ചു കിട്ടണില്ല, ആരും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യണില്ല. അങ്ങനത്തെ കുറേ നെഗറ്റീവ് അഫർമേഷൻസ് ആണ് ഞാൻ കാണുന്നത് നിങ്ങളുടെ മനസ്സിലുള്ളത്. പക്ഷെ ഇതൊക്കെ ഒരു ഇല്യൂഷൻ ആണ് ലിയോ. എന്നുവെച്ചാൽ നിങ്ങളുടെ മനസ്സ് ഈ മാസം കുറച്ചൊരു വീക്ക് പൊസിഷനിലാണ്. കുറേ ഒരു നെഗറ്റീവ് തോട്ട് പാറ്റേൺസ് ഉണ്ട് ഈ മാസം. ഓക്കെ, കുറച്ച് നിങ്ങൾ ലോ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പം നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് ചാരിയറ്റ് ആണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് ഒരു ട്രാവലിൻ്റെ എനർജി ആയിരിക്കാം. അതല്ല വെച്ചാൽ ഇത് സക്സസിൻ്റെ എനർജിയുമാണ്. ഈ ചാരിയറ്റ് എന്താണ് ഇവിടെ? 8 of Pentacles ആൻഡ് സ്റ്റാർ. അപ്പോൾ നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഉണ്ടായിട്ടുണ്ട് റീസെൻ്റ്ലി, ഇല്ലച്ചാൽ റീസെൻറ്റ് പാസ്റ്റിൽ. ഇത് വർക്ക് റിലേറ്റഡ് ആയിരിക്കാം. നിങ്ങൾ കുറേ വർക്ക് റിലേറ്റഡ് ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു പാസ്റ്റിൽ. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി ഇതൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. കുറേ ഒരു എക്സൈറ്റഡ് എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. ഹീലിംഗിൻ്റെ എനർജിയും കൂടി ഉണ്ട് ഇവിടെ. കറണ്ട് എനർജി നിങ്ങളുടെ 3 of Wands ആണ്. അപ്പോൾ 3 of Wands ഒരു പോസിൻ്റെ എനർജിയാണ്. എന്നുവെച്ചാൽ പാസ്റ്റിൽ നിങ്ങൾ ചെയ്യണ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ എഫേർട്ട് ഇട്ട് കഴിഞ്ഞു.
ഇത് ജോലി കരിയർ ആവാം, ഇല്ല റിലേഷൻഷിപ്പ് ആവാം. നിങ്ങൾക്ക് ചെയ്യേണ്ടതൊക്കെ നിങ്ങൾ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ റിവാർഡ്സിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. അതിൻ്റെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഔട്ട്കമ്മിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്. നിങ്ങൾ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് അതാണ് പ്ലാൻ ചെയ്യണത്. അപ്പോൾ 3 of Wands ഇവിടെ 8 of Cups ഉണ്ട് ആൻഡ് ഡെത്ത് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജിയിൽ ഞാനൊരു എൻഡിങ് ആണ് കാണുന്നത്. ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇട്ട എഫേർട്ട് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്കൊരു റെസിപ്രോക്കേഷൻ ഇല്ല, ഒരു ഫീലിംഗ് ഓഫ് ലാക്ക്, ഒരു ഫീലിംഗ്, ഒരു ഹാപ്പി അല്ലാത്ത ഒരു ഫീലിംഗ്, ഇത്രയും സക്സസ് ഉണ്ടായിട്ടും. അപ്പോൾ അതെന്താ വെച്ചാൽ മേ ബി നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണതൊക്കെ നിങ്ങൾ അച്ചീവ് ചെയ്തു, ഓരൽസ് ഒരു റിലേഷൻഷിപ്പിൽ മേ ബി ഫോർവേഡ് മൂവ്മെന്റ് ഇല്ല ഇമോഷണലി നിങ്ങൾ റിയലൈസ് ചെയ്യണത് എന്താ വെച്ചാൽ ഒരു ഡിസ്കണക്ഷൻ ഉണ്ട്. നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലും ആയിരിക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ എന്തോ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്, ഒരു മാറ്റം വരുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ. ഓക്കെ, അതുകൊണ്ടാണ് മൂന്ന് ഇവിടെ ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഹിഡൻ ഫാക്ടേഴ്സ് പുറത്തു വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് റിയലൈസ് ചെയ്തിട്ടുണ്ടാവില്ല അത് നിങ്ങൾ എത്രയും അൺഹാപ്പി ആണെന്ന്. പക്ഷെ ഈ മാസം അത് കുറേം കൂടിയും ഒരു ട്രിഗർ ആവാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ഇമോഷൻസ്. ആൻഡ് അതിൻ്റെ കാരണം നിങ്ങളുടെ ഹിഡൻ ഫീലിങ്സ് ഒക്കെ പുറത്തു വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഡീപ്പ് റൂട്ടഡ് ഫീലിങ്സ് ഉള്ളത് അതൊക്കെ ഈ മാസം നിങ്ങൾ റിയലൈസ് ചെയ്യാൻ പോകുന്നുണ്ട്. അത് ഇതാണ് എൻ്റെ ട്രൂത്ത്, ഇതാണ് എനിക്ക് പറഞ്ഞാൽ ഇതാണ് എൻ്റെ റിയാലിറ്റി. ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയി, പക്ഷേ ആ സിറ്റുവേഷനിൽ നിങ്ങൾ ആക്ച്വലി ഹാപ്പി ആയിരുന്നില്ല. അപ്പോൾ ഫൈനലി നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാണ് ആൻഡ് മൂവ് ഓൺ ചെയ്യാൻ നോക്കുകയാണ്. ഇവിടെ ഞാനൊരു എൻഡിങ് ആൻഡ് പുതിയ ബിഗിനിങ് കാണുന്നുണ്ട്. ഈ മാസം നിങ്ങൾ ആ ഡിസിഷൻ എടുക്കണില്ല വെച്ചാൽ ആ സ്റ്റാർട്ടിങ് പോയിന്റ് ഈ മാസമായിരിക്കും. പറഞ്ഞാൽ ആ ഫീലിങ്സ് ഒക്കെ നിങ്ങൾ റിയലൈസ് ചെയ്യാൻ തുടങ്ങും. അത് ഞാൻ ഈ സിറ്റുവേഷനിൽ ഹാപ്പി അല്ല എന്ന ആ ഫീലിംഗ്, ആ മാറ്റം ഈ മാസമായിരിക്കും വരുന്നുണ്ടാവുക. ഫ്യൂച്ചറിൽ നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാനൊരു റൊമാൻറ്റിക് മെസ്സേജ് കാണുന്നുണ്ട് ഇവിടെ. ഇതാ എന്താണ് ഈ നൈറ്റ് ഓഫ് കപ്സ്? ഹാങ്ഡ് മാൻ ആൻഡ് ക്വീൻ ഓഫ് വോൺസ്. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ ആക്ച്വലി ഞാനൊരു ഒരു പുതിയ പേഴ്സൺ കാണേണ്ട നിങ്ങളുടെ ലൈഫിൽ വരണു. ഈ പേഴ്സൺ കുറെ റൊമാൻറ്റിക് ആണ്, കുറെ ഫ്ലേർട്ടിങ് ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റും കിട്ടുന്നുണ്ട്. എന്ന് വെച്ചാൽ എനിവേ നിങ്ങൾ ഹീൽ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു സിറ്റുവേഷന് പുറത്ത് വന്നിട്ട് നിങ്ങൾ ഹീലിംഗിലായിരുന്നു ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ ഞാനിവിടെ കാണുന്നത് ഫ്യൂച്ചറിൽ നിങ്ങൾ ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത്, ഒരു പുതിയ ലവ് റൊമാൻറ്റിക് സിറ്റുവേഷൻ കാണാണ്ട് ഇവിടെ. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ജാനുവരിയിൽ ടെമ്പറൻസ് ആണ്, ബാലൻസ്, ഹീലിംഗ്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. ഈ മാസം നിങ്ങൾക്ക് ഈ ബാലൻസും ഹീലിംഗിലേക്കാണ് കൂടുതൽ നിങ്ങളുടെ ഫോക്കസ് ഉണ്ടാവുക. പക്ഷെ അത് കുറച്ചൊരു ഡിഫിക്കൾട്ട് സമയമാണ് നിങ്ങൾക്ക്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ എപ്പോഴും ഒരു പാസ്റ്റിൻ്റെ ഇവൻറ്റിനെ ഓർത്തിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറേ റിഗ്രറ്റ് ഉണ്ട്, അതിനെക്കുറിച്ച് കുറേ ബാഗേജ് ഉണ്ട്. ഇമോഷണലി നിങ്ങൾ ഇപ്പോഴും കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ചെയ്തില്ല. അപ്പോൾ ആ ഹീലിംഗ് ഫേസ് ആണ് ഇപ്പോൾ നിങ്ങളുടെ. ആൻഡ് അത് കുറച്ചൊരു ഡിഫിക്കൾട്ട് സമയമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷേ അഡ്വൈസ് ഇവിടെ ഏസ് സോർഡ്സ് ആണ്. അപ്പോൾ അഡ്വൈസ് ഇവിടെ യൂണിവേഴ്സ് പറയേണ്ടത് എന്താ വെച്ചാൽ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവും. നിങ്ങൾ ഈ സ്റ്റാഗ്നേഷന് പുറത്ത് വരും. എപ്പോഴും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല നിങ്ങളുടെ ലൈഫിൽ. ആ ഓപ്പർച്യൂണിറ്റി വരാൻ പോകുന്നുണ്ട് ആൻഡ് വെരി സൂൺ വരും. എന്ന് വെച്ചാൽ ഏസ് സോർഡ്സ് ഒരു ക്വിക്ക് മൂവിങ് എനർജിയാണ്. ആൻഡ് ഇത് വരുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് വഴിയിലാണ്, പറഞ്ഞ ഒരു അൺഎക്സ്പെക്റ്റഡ് തരത്തിലാണ്. അപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യില്ല ഇത്. 10 of Wands ഈ പുതിയ ബിഗിനിങ് വരുമ്പോൾ നിങ്ങളുടെ കുറേ ബാഗേജ് ഒക്കെ നിങ്ങൾ വിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ ഡിറക്ഷനിലേക്ക് പോകാൻ റെഡിയാവും ആ സമയമാകുമ്പോഴേക്കും. എംപറർ ഇവിടെ സക്സസ് ഉണ്ട്. ഇവിടെ ഒരു ഏരീസ് എനർജി ഉണ്ട്. മേ ബി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ ഒരു പേഴ്സൺ ഒരു വാട്ടർ സൈൻ ആയിരിക്കാം, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ, ഇല്ല ഒരു ഫയർ സൈൻ ആയിരിക്കാം നിങ്ങളുടെ മാതിരി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഹിഡൻ ഫാക്ടറിൽ ലവേഴ്സ്. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വരാൻ പോണ പേഴ്സൺ നിങ്ങളുടെ സോൾമേറ്റ് ആണ്. ഓക്കെ, നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് ഞാൻ കാണുന്നത് ഇവിടെ. ലവേഴ്സ്, ജെമിനൈ എനർജിയാണ്. 3 of Pentacles. ഈ വരാൻ പോണ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വർക്കിൻ്റെ ത്രൂ ആയിരിക്കും മീറ്റ് ചെയ്യുന്നുണ്ടാവുക. അതല്ല ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ ഈക്വൽ ബാലൻസ്ഡ് എഫേർട്ട് ആയിരിക്കും. പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളുടെയും സൈഡിൽ നിന്ന് ഈക്വൽ
എനർജീസ് ആണ് ഞാൻ കാണുന്നത്. പക്ഷെ അത് അല്ലാണ്ടും നിങ്ങൾക്ക് കുറെ വേറെ ഓപ്ഷൻസും ഉണ്ടാവും. കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ, അത് നിങ്ങൾക്ക് ഇപ്പൊ എന്താ നെക്സ്റ്റ് ചെയ്യണ്ടേന്ന്. പക്ഷെ ആ കൺഫ്യൂഷനിൽ നിങ്ങൾ പുറത്തു വരും. ഓക്കെ, എന്നുവെച്ചാൽ ഈ പേഴ്സന്റെ എനർജി കുറെ ഒരു സ്ട്രോങ് എനർജിയാണ്. ഈ കണക്ഷൻ തന്നെ ഒരു സ്ട്രോങ് കണക്ഷൻ ആണ്. അപ്പൊ അതിനെ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യില്ല. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായാലും ആ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവും, അത് ഈ പേഴ്സൺ ആണ് എൻ്റെ സോൾമേറ്റിന്. അപ്പൊ ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിങ് ഓഫ് സോഡ്സ് ആണ്. ഔട്ട്കം ജാനുവരിയുടെ ഞാൻ കാണുന്നത് ഒരു ഡിറ്റാച്ച്ഡ് എനർജിയാണ്. നിങ്ങൾ കുറച്ച് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആണ് ഈ മാസം. എന്നുവെച്ചാൽ മേ ബി ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ, ഞാനിവിടെ കാണുന്നത് കിങ് ഓഫ് സോഡ്സും ക്വീൻ ഓഫ് സോഡ്സ് ഉണ്ട് ആൻഡ് കിങ് ഓഫ് വോൺസ് ഉണ്ട്. അപ്പൊ നിങ്ങളും ഏതോ ഒരു വേറെ പേഴ്സന്റെ ഇടയ്ക്ക് എന്തൊരു സെപ്പറേഷൻ ഇല്ലൊരു ഫാളിങ് ഔട്ട്, ഒരു ഡിവോഴ്സ് ഇല്ലൊരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് റീഗെയിൻ ചെയ്യുന്നത്, നിങ്ങളുടെ ലൈഫ് ആദ്യം ട്രാക്കിൽ വരേണ്ട ഈ മാസം. പക്ഷെ ഡെഫിനറ്റ്ലി ഞാൻ വേറെ രണ്ടാൾക്കാരെ ഇവിടെ കാണുന്നുണ്ട്, ഒരു കപ്പിൾ, ഡിവൈൻ കപ്പിൾ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ പോണത് ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ്. ഓക്കെ, പക്ഷെ നിങ്ങളും ഏതോ വേറൊരു പേഴ്സന്റെ ഇടയ്ക്ക് ഞാനൊരു സെപ്പറേഷൻ ഡെഫിനറ്റ്ലി കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജസ് പറയണത്? അപ്പൊ ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് അക്വേറിയസ് ഉണ്ട്, സ്കോർപിയോ ഉണ്ട്, പൈസീസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, കുറെ വാട്ടർ സൈൻസ് ഉണ്ട്, ഏരീസ് ഉണ്ട്, ജെമിനായി ഉണ്ട്. നിങ്ങളുടെ മെസ്സേജ് ഇവിടെ വർക്ക് ത്രൂ യുവർ ഫിയേഴ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിലത്തെ ഫിയേഴ്സ് അതിൽ വർക്ക് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. എന്നുവെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട്. ഞാൻ ആ പുതിയ ബിഗിനിങ്ങിനെ എംബ്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ ഉള്ളിലത്തെ കോൺഫിഡൻസിന്റെ ആവശ്യമുണ്ട്. കുറച്ച് ആ ഫിയേഴ്സ് എല്ലാം ഉള്ളത് അതിനെ മാറ്റി ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീനെ എംബ്രേസ് ചെയ്യാനുള്ള സമയമായിരിക്കണം. അപ്പോൾ ലിയോ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.